ഷാനവാസ് അനീഷ് ഏറ്റവും കൂടുതൽ അനീഷിനാണ്. നമുക്ക് സൂഹിക്കാം, പക്ഷെ അത് മറ്റുള്ളവരെ ദുഃഖിപ്പിച്ചോണ്ടായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ മൂലം ആരും അങ്ങനെ ദുഃഖിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഉണ്ടല്ലോ. ബിഗ് ബോസ് ഹൗസിനകത്ത് അനീഷ് സന്തോഷിക്കുമ്പോൾ അനീഷ് മൂലം വിഷമിച്ചവരുണ്ട്. ഉണ്ടോ? തോറ്റുപോയാലും തോൽവി സമ്മതിക്കാത്ത കുറെ എണ്ണങ്ങളുണ്ട്. അയ്യോ എന്റെ പൊന്നടാവേ, ഈ കുറെ എണ്ണം ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് കയറി വന്നിട്ടുണ്ട്. അവരുടെ കാരണം അവരാണ് എന്തോ വലിയ സംഭവങ്ങള്, അവർക്കാണ് ട്രോഫി എന്ന രീതിയിലാണ് അവരുടെയൊക്കെ പെരുമാറ്റം. അവിടെ നിൽക്കുന്ന 7 കണ്ടസ്റ്റന്റിനെക്കാട്ടിലും വിജയിച്ചത് ഈ പറയുന്ന ഔട്ടായി പോയവരാണെന്നാണ് അവർ പറയുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വ്യക്തിയുണ്ട്, മുൻഷി രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരുത്തൻ. അവന്റെ ധാരണ അവൻ എന്തോ കപ്പ്, ഈ അടുത്ത ആഴ്ച കിട്ടാൻ പോകുന്ന കപ്പ് അവനാണെന്നാണ് അവന്റെ ഒരു ധാരണ. എന്റെ പൊന്നെ, ഇന്നലത്തെ എപ്പിസോഡിൽ കയറി വന്നപ്പോൾ പൊതുവെ ഇന്നലെ ഈ ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് കയറി വന്ന ഒരുത്തര് പോലും ഒരു പോസിറ്റീവ് വൈബ് ആ വീട്ടിൽ കൊടുത്തിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. എന്നാ ചലപില എന്റെ പൊന്നടാവേ, ഇന്നലെ ആ ഒരു ലൈവ് കണ്ടോണ്ടിരുന്ന ആകെപ്പാടെ ബേജാറായി പോയി. ഒരു ശകലം പോലും ഒരു പോസിറ്റിവിറ്റി അവിടെ ഇല്ലായിരുന്നു. അതിനു മുമ്പ് അവിടെ നിന്നപ്പോൾ, ഈ 7 പേര് അവിടെ നിന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു പോസിറ്റിവിറ്റിയുടെ ഒരു ശകലം പോലും നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റിയില്ല എന്നുള്ളത് സത്യമാണ്. ഇവർ കയറി വരികയുമല്ല, ഇവരങ്ങ് പറച്ചില്ല, ഇവരെന്തോ ആണെന്നുള്ള രീതിയിൽ. പിന്നെ അപ്പാനി വലിയ രീതിയിലുള്ള ഒരു നെഗറ്റിവിറ്റി അവിടെ വിതറിയില്ല. പുള്ളി പറയുന്നത് ഇതൊരു ചില്ലായിട്ട് കൊണ്ടുപോകണം എന്ന രീതിയിലൊക്കെ പറഞ്ഞു കേട്ടോ. അത് എടുത്ത് പറയണമല്ലോ, ഞാൻ അത് വിട്ടുപോയി. അപ്പാനി ഒഴിച്ച് ബാക്കി എല്ലാം കണക്കാം. പിന്നെ എടുത്തു പറയണമല്ലോ, ഈ മുൻഷി, ഈ പുള്ളിക്കാരൻ ആദ്യത്തെ ആഴ്ചയിൽ പോയി അവസാന ആഴ്ച കപ്പ് മേടിക്കാനായിട്ട് വന്നൊരു പുള്ളിയാണ്. പുള്ളി പറയുന്നത് പുള്ളി ചെയ്തതെല്ലാം ശരിയാണ്. പുള്ളി വന്നപ്പോൾ തന്നെ ക്യാമറയിൽ പോയിട്ട് പറയുകയാണ്, ഞാനിവിടെ ഉണ്ട് കേട്ടോ, ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞൊരു ഡ്രാമ കളിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അനീഷിനോട് ചില കാര്യങ്ങൾ പുള്ളിക്കാരൻ ചോദിക്കുന്നു, അനുഭവവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ആ ചോദിച്ച സമയത്ത് അനീഷ് എന്തോ സ്ട്രാറ്റജി എടുക്കുകയാണ് എന്ന രീതിയിൽ പറയുന്നു. അപ്പൊ അനീഷ് പറഞ്ഞു, അത് അങ്ങനെയൊന്നും അല്ല, എനിക്കൊരു ഇഷ്ടം തോന്നി, ആ കുട്ടിയോട് പറഞ്ഞ കുട്ടിക്ക് സമ്മതമില്ലെന്ന് പറഞ്ഞു, അത് ആ ചാപ്റ്റർ ക്ലോസ് ആയി എന്ന് പറഞ്ഞു. ഞങ്ങളെ അല്ലാതെ ഇതിനകത്തൊരു മൂന്നാമതൊരു വ്യക്തിക്ക് എന്ത് അധികാരമായി ഇത് ചോദിക്കാനെന്ന് മുഖത്ത് നോക്കി അങ്ങോട്ട് പറഞ്ഞും കൊടുത്തു. അനീഷിന്റെ മറുപടിയിൽ അവിടെ കിടന്ന് ഇച്ചായിച്ചാറ എണ്ണീട്ട് പിന്നെയും കുറെ ചോദ്യങ്ങൾ കൊണ്ട് വരികയാണ്. അനീഷ് ഇവിടെ ഫേക്കായിട്ടാണ് നിൽക്കുന്നത് എന്ന രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് വരികയാണ്. ജീവിതത്തിൽ ഇങ്ങനെ ആൾക്കാർക്ക് മാറാൻ പറ്റുമോ? അപ്പൊ അനീഷ് പറഞ്ഞു, ഇവിടെ നിന്ന് നോക്ക്, അന്നേരം അറിയാം എന്താണെന്നുള്ളത്. അന്ന് പറഞ്ഞ പുള്ളിക്ക് മനസ്സിലാവത്തില്ലേ? എങ്ങനെ മനസ്സിലാക്കാനാ? വന്നു, പുള്ളി പറഞ്ഞതുപോലെ തന്നെ എനിക്ക് വോട്ട് ചെയ്യാനായിട്ട് ഹോട്ട്സ്റ്റാർ എടുത്ത് അവർ വോട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോ ഞാൻ ഡോറ് നോക്ക് ചെയ്തു, ഞാൻ ഡോറിന്റെ അടുത്ത് ഹോളിംഗ് ബെൽ അടിച്ചു, അപ്പോഴും അവര് പോലും ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞ രീതിയിലായിരുന്നു പുള്ളിക്കാരൻ വന്നും പോയത്. എന്നിട്ടാണ് പുള്ളിക്കാരന് അതിനെ കുറിച്ച്, ഈ അനുഭവത്തെ കുറിച്ച് പുള്ളിക്കാരൻ പറയാൻ പോകുന്നത്. പുള്ളിക്കാരൻ അറിഞ്ഞാലല്ലേ അറിയത്തുള്ളൂ ബിഗ് ബോസ് വീടിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുമെന്ന്. പുള്ളി ചുമ്മാ അങ്ങ് തള്ളി വിടുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നോക്കുകയാണെങ്കിൽ ഈ കലാഭവൻ സരിക, ശൈത്യ, അതോടൊപ്പം തന്നെ ബിൻസി, ഇവരൊക്കെ കുത്തിയിരുന്ന് PR-കളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ 3 പേരെ, അതായത് അനീഷ്, അനുമോള്, ഷാനവാസ്, ഇവർ 3 പേരെയും അടിച്ച് താഴ്ത്തിയിടാനും മറ്റാരാണ്ടെ അങ്ങ് ജയിപ്പിക്കാനും വേണ്ടി വന്നതുപോലാണ് നമുക്ക് ഇന്നലെ ഈ ഒരു ലൈവ് കണ്ടപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായത്. അനീഷിന് PR ഉണ്ടെന്ന്, ഏറ്റവും കൂടുതൽ PR അനീഷിനാണ് ഉള്ളതെന്നാണ് ഈ പറയുന്ന കലാഭവൻ സരിക പറയുന്നത്. അതോടൊപ്പം തന്നെ അനുമോക്കുണ്ടെന്ന്, അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഷാനവാസിന് ഇഷ്ടം പോലെ ഉണ്ടെന്ന്. ഈ രീതിയിലാണ് അവർ ഈ പറയുന്ന പൊതു ജനങ്ങളിലേക്ക് ഇട്ടുകൊടുക്കുന്നത്. ഇവർ സത്യത്തിൽ അവിടെ എന്തിനു വന്നതാണ്? ഒരു റിയൂണിയൻ പോലെ, ഒരു സന്തോഷിക്കാൻ വന്നതല്ലേ. അല്ലാതെ അവിടെ ഇപ്പൊ ടോപ്പ് 5 നിൽക്കുന്ന, അല്ലെ ടോപ്പ് 7 നിൽക്കുന്ന, ഫിനാലെ വീക്കിലൂടെ കടന്നു പോകുന്നവരെ അവരുടെ മനസ്സിനെ തകർക്കാൻ വേണ്ടി വന്നവരാണ് ഇവര്. എനിക്ക് തോന്നുന്നത് ഇത് മറ്റു പലരുടെയും PR-കളുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന ഏഷ്യാനെറ്റിന്റെയോ എന്തെങ്കിലും ഒരു പ്ലാനിന്റെ ഭാഗമായിട്ടായിരിക്കണം ഇവരെ 3 പേരെയും ടാർഗറ്റ് ചെയ്യുന്നത്. ഷാനവാസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഫുൾ ഡള്ളായിരുന്നു പുള്ളിക്കാരന്റെ അടുത്ത് ഇതുങ്ങൾ ആരും പോയി സംസാരിക്കുന്നില്ല. RJ ബിൻസി ആണെങ്കിൽ ഈ പറഞ്ഞ ഷാനവാസിനെ ടാർഗറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പലരും ഈ പിന്നെ ഷാനവാസിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഷാനവാസ് എന്താണ് ഉള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയും. പുള്ളിക്കാരൻ നല്ലൊരു ഗെയിമറായിട്ട് വന്ന ഒരാളാണ്. പക്ഷെ ഈ പറയുന്ന ആദില, നൂറ, പെങ്ങളുകുട്ടി പാസവും അനീഷിനെ കുത്തുന്നതും ഇതൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന് കിട്ടിയ ഒരു നെഗറ്റീവ്. ഈ പറയുന്ന പെങ്ങളുമാരെ പൊക്കിക്കൊണ്ട് നടന്ന് ഇങ്ങാരുടെ പേര് കളഞ്ഞു എന്നല്ലാതെ വേറൊരു മെച്ചവും ഇല്ല. ഇതുങ്ങളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുമ്പോൾ ഇതുങ്ങൾ പിന്നിൽ കൂടെ പോയി ഈ പറയുന്ന ഈ ഷാനവാസിനിട്ട് കുത്തും. അതാണ് സംഭവിച്ചിട്ടുള്ളത്. പിന്നെ ഇന്നലെ ഉടനീളം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന മുൻഷി അനീഷിന്റെ പുറകെ നടന്ന കുത്തലായിരുന്നു. അനീഷ് ആ കുത്തുമ്പോഴൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്ത് പറഞ്ഞു വിടുന്നുമുണ്ട്. പിന്നെ അനുമോളെ കുത്തുന്നുണ്ട്, അനുമോളുടെ ഈ പറയുന്ന ലവിനെ കുറിച്ച് കുത്തുന്നുണ്ട്. പിന്നെ അനുവിന്റെ PR-നെ കുറിച്ച് പറയുന്നുണ്ട്, PR ഇല്ലാത്ത ഒരു ചായ വേണമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ തുടങ്ങി ഇന്നലെ ഈ പറയുന്ന ഷാനവാസിനെ വലിയ രീതിയിൽ കുത്താൻ പോയിട്ടില്ല. കുത്തുമായിരുന്ന ഷാനവാസ് അണ്ണാക്കി കൊടുത്തേനെ. ഈ 2 പേരും നൈസായിട്ട് അങ്ങ് ഒഴിച്ചു വിടുകയാണ് ചെയ്തത്, അനുമോളും അനീഷും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ഇന്നലെ കട്ടപ്പ ശൈത്യയുടെ ഡ്രാമ, അനുമോൾക്കെതിരെ പറഞ്ഞ ഓരോ കാര്യങ്ങൾ നമുക്ക് ഇതിനു മുമ്പ് അറിയാം. ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഈ പറയുന്ന കട്ടപ്പ ശൈത്യ അനുമോൾക്കെതിരെ പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ മുമ്പ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്.
കാരണം ഈ പുള്ളിക്കാരി മാറിയും തിരിഞ്ഞു ഇരുന്നുകൊണ്ട് ഈ പറയുന്ന അനുമോക്കിട്ട് പാര വെച്ചത് നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നിട്ട് ഈ പറയുന്ന ശൈത്യ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്. പിന്നെ പുള്ളിക്കാരി പറയുന്ന ഒരു കാര്യമുണ്ട്, നീ കാരണം എന്റെ അച്ഛന്റെ പൈസ പോയി, നിന്റെ PR-ന് കൊടുത്ത പൈസ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഇവര് PR കൊടുത്തത്, അതായത് പൈസ കൊടുത്തത് ഈ സെയിം ഈ അനുമോടെ PR-ന്റെ അവർക്കാണെന്നാണ് തോന്നുന്നു. ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു സംസാരം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന ശൈത്യ പല കാര്യങ്ങളും പറയുന്നു. അനുമോള് കാറ് ലോണിനെല്ലാം മേടിച്ചത്, അനുമോൾക്ക് ലോൺ എടുത്തിട്ടല്ല വീട് വെച്ചത്, എല്ലാം പിന്നെ സ്വന്തം കാശ് എടുത്തിട്ടാണ് വീട് വെച്ചേക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഒത്തിരി സ്ഥലങ്ങളുണ്ട് എന്ന രീതിയിലൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൊണ്ടുവന്ന് വിളമ്പുന്നു. ഇതുകൊണ്ട് എന്താണ് ശൈത്യക്ക് നേടിയത്? ശൈത്യക്ക് പിന്നെയും സൈബർ അറ്റാക്ക്, അല്ലാതെ വേറെ എന്തുണ്ട്? കട്ടപ്പ എന്ന് പറയുന്ന പേര് ഒന്നുകൂടെ അങ്ങ് ഉറച്ചു, അത്രേ ഉള്ളൂ. എന്താണ് ഇന്നലെ ഇതൊക്കെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അത് അവരുടെ വീട്ടുകാർ തന്നെ ഇപ്പൊ പറയുന്നുണ്ട്. ഒരു 40 ലക്ഷം രൂപ 30 ലക്ഷം രൂപയുടെ ലോൺ എടുത്തതിന്റെ ഡീറ്റെയിൽ കൊണ്ട് ആ വീട്ടുകാർ വരെ വന്നിട്ടുണ്ട്. ഇതിന്റെ വല്ല ആവശ്യമുണ്ടായിരുന്നോ? എന്റെ പൊന്നു കട്ടപ്പ, നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ പറയുന്നത്? അറിവില്ലാത്ത കാര്യത്തെക്കുറിച്ച് പറയാനായിട്ട് പോകേണ്ട കാര്യമുണ്ടോ? ആ കൊച്ച് എന്തിന് ഇപ്പൊ എന്ത് പറയാ, ഈ 16 ലക്ഷം കൊടുത്തിട്ട് അവിടെ നിൽക്കണം? ഞാൻ അന്നും പറയുന്നു ഇന്നും പറയുന്നു, 16 ലക്ഷം എന്ന് പറയുന്ന ഒരു എമൗണ്ട് ഈ അനുമോൾ കൊടുത്തിട്ടുണ്ടാകത്തില്ല, കൊടുക്കാൻ ഒരു ചാൻസും ഇല്ല. കുറച്ചെങ്കിലും കൊടുത്തിട്ടുണ്ടാകാം, വീഡിയോ ഹാൻഡിൽ ചെയ്യാനായിട്ട് വേറൊരാൾക്ക് കൊടുത്തിട്ടുണ്ടാകാം, ഇതൊക്കെ ഓക്കെ, ഇതൊക്കെ നമ്മൾ സമ്മതിക്കുന്നു. പക്ഷെ 16 ലക്ഷം എന്ന് പറഞ്ഞ ഈ ബിന്നി പറഞ്ഞത് കള്ളത്തരമാണെന്ന് അന്നും ഞാൻ പറയും, ഇന്നും ഞാൻ പറയും. അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. പിന്നെ അനുമോൾ ഈ പറയുന്ന അനീഷിനെ കൊടുക്കാൻ അനീഷിന്റെ അടുത്ത് ചീപ്പ് അതൊക്കെ കാണിച്ചെങ്കിലും ഈ പറയുന്ന അനുമോളുടെ ഭാഗത്ത് ശരിയുള്ളത് നമ്മൾ ശരിയായിട്ട് തന്നെ പറയും. പിന്നെ ഈ പറയുന്ന ശൈത്യ പല കാര്യങ്ങളും ഇന്നലെ വിളിച്ചു പറഞ്ഞു. ഈ പിന്നെ സ്റ്റാർ മാജിക്കിന്റെ കാര്യം, തങ്കച്ചനുമായിട്ടുള്ള ആ ഒരു റിലേഷന്റെ കാര്യം പറഞ്ഞു, അങ്ങനെ ചതിച്ചു പോലും. അനുമോൾ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ ഒരു ഷോയുമായി ബന്ധപ്പെട്ട് അവരൊരു കോംബോ ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കോംബോ ഉണ്ടാക്കിയതാണ് അവിടെ. പിന്നെ പലരും പറഞ്ഞു നിങ്ങൾ കല്യാണം കഴിച്ച് കാണണമെന്ന് ആഗ്രഹങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞു. സ്റ്റാർ മാജിക് കാണുന്ന ഓരോ അമ്മമാരും ഓരോ സഹോദരങ്ങളും ഒക്കെ അവർ ആഗ്രഹിച്ചതാണത്. അത്രയ്ക്ക് രസമായിരുന്നു അവരുടെ ആ ഒരു കോംബോ അതിൻ്റെ അകത്ത്. അതുകൊണ്ട് തന്നെയാണ് അതിനെ പോലും ഈ പറയുന്ന ശൈത്യ ഈ വെളിയിൽ നടക്കുന്ന ചർച്ചകൾ പ്രകാരം കൊണ്ടുവന്ന് അവിടെ ഇട്ടങ്ങോട്ട് കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം അനീഷിന്റെ ഒരു കാര്യം കൂടെ എടുത്തിടുന്നുണ്ട്. അനീഷിന്റെ കാര്യം പറഞ്ഞതാണ് ശരിയാ. കാരണം ഈ പറയുന്ന അനുമോൾ തന്നെയാണ് അനീഷിന്റെ മനസ്സിളക്കി അദ്ദേഹത്തിനെ കൊണ്ട് ഈ ഒരു ലെവലിലേക്ക് കൊണ്ടെത്തിച്ചത്. ആ ഒരു കാര്യം സത്യമാണ്. അത് ഈ പറയുന്ന ശൈത്യ പോയി അനീഷിനോടും ഷാനവാസിനോടും പറയുന്നുണ്ട്. അനീഷേട്ടന്റെ ഇമോഷൻ വെച്ചിട്ടാണ് ഈ പറയുന്ന അനുമോൾ കളിച്ചതെന്ന് പറയുന്നുണ്ട്. ഈ അനുമോൾ പലപ്പോഴായിട്ട് അനീഷേട്ടനെ ഇളക്കിയതുകൊണ്ടാണ് അനീഷേട്ടൻ അങ്ങനെ പോയി പറഞ്ഞതെന്നും അനീഷേട്ടനെ ഈ പറയുന്ന അനുമോൾ ചതിക്കുകയായിരുന്നു എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അത് തന്നെയാണ് ഇന്നലെ ഈ പറയുന്ന അനുമോൾക്കെതിരെ ഈ ശൈത്യയെ എടുത്ത് ഉപയോഗിച്ചത്. പാവം അനീഷേട്ടനെ വരെ നീ ചതിച്ചില്ല എന്ന രീതിയിൽ. അത് സത്യമാണ്. അല്ലെങ്കിൽ അനീഷ് ഒരിക്കലും പോയി അങ്ങനെ ഒരു കാര്യം പറയില്ലായിരുന്നു. ഈ പറയുന്ന അനുമോള് ചെയ്ത ഒരു പ്രവൃത്തികൾ കൊണ്ട് തന്നെയാണ് അനീഷിന്റെ ആ ഒരു മനസ്സിളകുകയും അത് പോയി ചോദിക്കുകയും ചെയ്തത്. അതല്ലാതെ അതൊരു ഈ പറയുന്ന മുൻഷി പറയുന്ന പോലെ അതൊരു ഗെയിം സ്ട്രാറ്റജി ഒന്നുമല്ല, അല്ലേ? അത് ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ അത് വളരെ വ്യക്തമായിട്ടും കാര്യം പറഞ്ഞതാണ്. എന്തായാലും അനീഷ് ആ ഒരു വിഷയം, ആ ഒരു ചാപ്റ്റർ അവിടെ വെച്ച് ക്ലോസ് ചെയ്തു. ഇനി അനുമോക്ക് അനുമോടെ വഴി, അനീഷിന്റെ വഴി തീർന്നു. ഇനി അവർ ഈ ഒരു ഗെയിം ഷോ തന്നെ തീരാറായി. അന്നേരമാണ് വെളിയിൽ നിന്ന് ഞങ്ങള് ജയിച്ചു എന്ന് കരുതിക്കൊണ്ട് ഉള്ളിൽ നിൽക്കുന്ന 7 പേരും തോറ്റു എന്ന് വിചാരിച്ചുകൊണ്ട് ഉള്ളിൽ കയറി വന്ന് ഇവരോട് മത്സരിക്കാൻ വന്നിരിക്കുകയാണ്. ഇപ്പോഴാണ് ഇവർ ഗെയിം കളിക്കാനായിട്ട് വരുന്നത്. വെളിയിൽ പോയി തോറ്റു തുന്നം പാടി വെളിയിൽ പോയിട്ട് ഇപ്പൊ കയറി വന്ന് ഇവരോട് ഗെയിം കളിക്കുകയാണ്. എന്ത് വിരോധാഭാസമാണ്! ഇനിയും വരാൻ കിടക്കുന്നു. ഇന്നും കുറെ എണ്ണം കയറുന്നുണ്ട്. എനിക്ക് ഇതുങ്ങളൊക്കെ വരുന്നതിൽ ഒരു പ്ലസ് പോയിന്റും എനിക്ക് തോന്നുന്നില്ല. ഞാൻ ആഗ്രഹിക്കുന്ന ജിഷിൻ കയറി വന്ന കുറച്ചൊക്കെ കോമഡികൾ എന്തെങ്കിലുമൊക്കെ കാണാൻ സാധ്യതയുണ്ട്. പിന്നെ എന്താ പറയുന്നത്, ജിസൈൽ വന്നാൽ കുറെ കൂടെ ഒക്കെ എന്റർടൈൻമെന്റ് ആകാനുള്ള ഒരു സാധ്യതയുണ്ട്. എനിക്ക് ഇവർ രണ്ടുപേരിലും പിന്നെ അഭിലാഷ്, ഇങ്ങനെ ഉള്ളവരിൽ മാത്രമേ ഉള്ളൂ പ്രതീക്ഷ. ബാക്കിയൊക്കെ നെഗറ്റീവ് എനർജി വാരി വിതറുവോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് പ്രവീൺ എന്ന് പറയുന്ന ഒരു മീഡിയയിൽ ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് പറയുന്നുണ്ടായിരുന്നു, പെങ്ങളായിട്ട് കണ്ടവളെ പ്രപ്പോസ് ചെയ്തില്ലേ അനീഷ്, അതെന്ത് ഗെയിമാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എടാ, ഒരു പെങ്ങളായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അനുമോളും അങ്ങനെ ചേർത്ത് പിടിച്ചോണ്ടല്ലയോ പറഞ്ഞേ? അപ്പൊ ഈ അനുമോക്ക് എന്തിനാണ് ഈ ഒരു ലവ് ചീനവും കൂന്തവും കാണിച്ചത്? അത് പെങ്ങളെന്ന് വിചാരിച്ചോണ്ടാണോ? അപ്പൊ എടാ, അതങ്ങനെ കാണിച്ചപ്പോ അത് ഒരു മനുഷ്യന്റെ ഇത് മാറിക്കൂടെ? അല്ല സ്വന്തം അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നതൊന്നും അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എല്ലാ ഇന്ത്യക്കാരും നമ്മുടെ സഹോദരന്മാരാണെന്നൊക്കെ നമ്മൾ വിളിച്ചു പറയാറില്ലേ? എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആരെയും പ്രേമിക്കാറില്ലേ? അപ്പൊ ഇവൻ പറയുന്നതിനോട് ലോജിക്കൊന്നുമില്ല. ഇവൻ വന്നതും പോയതും നമ്മൾ അറിഞ്ഞില്ല, അത്രേ ഉള്ളൂ. എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് മസ്റ്റ് ടൈം കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതിലേക്ക് എല്ലാവർക്കും ബൈ.